ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രാക്കുള. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ എപ്പിസോഡ് 4 ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമുക്ക് മൈനിങ്ങിന് പോവുക, അതിനാണ് നമ്മുടെ പണി. പിന്നെ മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ചിട്ടായിരുന്നു നിർത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് ഇനി നമുക്ക് അങ്ങോട്ട് മൈനിങ് പോകാൻ കരുതിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ആ കേവിക്ക് മൈനിങ്ങിന് പോവാം. ഫസ്റ്റ് നമുക്ക് ഐശ്വര്യമായിട്ട് കേവിൽ നിന്ന് കിട്ടിയ അയണും കൊണ്ട് തുടങ്ങാം. ഇനി അവിടെ കുറച്ച് അയനുണ്ട്, പിന്നെ ഇവിടെ കാണാൻ പറ്റുമെന്ന് അറിയില്ല, അവിടെയും പിന്നെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് അയനുണ്ട്. പിന്നെ ഇടയ്ക്ക് കേസിക്ക് ഒരു കോളിൻ്റെ വേന് കിട്ടി, അതും നമുക്ക് എടുക്കാം. ഇനി അടിയിലേക്ക് പോകുന്തോളും ടോർച്ചിൻ്റെ ആവശ്യമൊക്കെ ഉണ്ട്, അതുകൊണ്ട് അത് നമുക്ക് ഉണ്ടാകാം കുറച്ച്. നമ്മുടെ കയ്യിൽ വുഡില്ല, മിക്കവാറും വുഡിൻ്റെ വുഡ് എടുക്കാൻ പോകേണ്ടി വരും. തൽക്കാലത്ത് നമുക്ക് ഈ 2 വെച്ചിട്ടുണ്ടല്ലോ, നമുക്ക് നമ്മുടെ കിട്ടിയ അയൺ സ്മെൽറ്റ് ചെയ്തിട്ട് അയണിൻ്റെ പിക്കാക്സും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഒന്നിനെ ഫസ്റ്റ് റെഡിയാക്കി വയ്ക്കാൻ നല്ലതാണ്. നമ്മൾ അയണിൻ്റെ ഒരു പിക്കാക്സ് ഉണ്ടാക്കി, അതുപോലെ തന്നെ കുറച്ച് കോഡ് മൈൻ ചെയ്തു. അപ്പോഴേക്കും ഗൈസ് വുഡ് മൈൻ ചെയ്യാനുള്ള ഏർപ്പാടിൽ അങ്ങോട്ട് പോയി. പക്ഷെ അപ്പോഴേക്ക് രാത്രിയായി. ഇവിടെ മോൺസ്റ്ററൊക്കെ ഉണ്ട് അടുത്തെന്നാണ് പറയുന്നത്. ഞാൻ ഗൈസ് പുറത്ത് സോംബിയൊക്കെയാണ് ഓടിയിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി നമ്മുടെ ഡേ 32 കഴിഞ്ഞ് ഡേ 33 ആയിട്ടുണ്ട്. നമ്മൾ ഈ സീരീസിന് 33 ദിവസം സർവൈവ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് നമ്മുടെ ആ കാട്ടിൽ നമ്മളായിട്ടുണ്ടാക്കിയ കാട്ടിൽ നിന്ന് കുറച്ച് വുഡ് കളക്ട് ചെയ്യാം. ഇപ്പം എന്താ ചത്തില്ലേ? ഇപ്പം കുറേ നേരമായി ഉരുകണ ശബ്ദം കേൾക്കുന്നുണ്ട്. ചത്തിട്ടില്ല ഒന്നും. ഒരെണ്ണം ചത്തപ്പടിക്കുന്നത് അടുത്തത് കയറുന്നു. മറ്റേ ചെയിൻ മെയിലിൻ്റെ ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട്. ചെയിൻമെയിലിൻ്റെ ഹെൽമെറ്റാണ് തോന്നുന്നു. ഇതെന്ത് ശല്യമാണിത്. മറ്റേത് പൊട്ടിയപ്പോൾ വേറെയും പൊട്ടി. അത് കുഴപ്പമില്ല, നമുക്ക് തൽക്കാലത്തിന് നോക്കി നോക്കാം. പക്ഷേ അത് നമുക്ക് എൻജാൻറ്റ് ഉണ്ടെന്നുള്ളൂ. ചെയിൻ മെയിൽ ആർമറാണ് നമുക്ക് ആവശ്യമില്ല. നമുക്ക് കുറച്ച് വുഡ് ഉണ്ടാക്കാം. വുഡ് മൈൻ ചെയ്യാം. ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമ്മളിവിടെ നട്ട് വെച്ചതാണ്. ഇതൊക്കെ നമുക്ക് ഇനി മൈൻ ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് പ്രോബബ്ലി കേവിക്കൊക്കെ പോയിട്ട് ഞാൻ നിങ്ങളെന്തായാലും കാണിക്കും. അപ്പോൾ ഇവിടെ തന്നെ കുറച്ച് വുഡൊക്കെ കളക്ട് ചെയ്ത് നമുക്ക് നേരെ കേവിക്ക് പോവാം. ഈ വുഡ് നമുക്ക് വുഡ് കുറച്ചൊക്കെ തന്നെ മതിയാവും ഗൈസ്. അധികം വുഡിൻ്റെ അതൊന്നും ആവശ്യമില്ല. ഈ വുഡൊക്കെ വെട്ടിയിട്ട് ഇനി നമുക്ക് നടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ചുകൂടി വുഡ് വെട്ടിയിട്ട് ഇനി നമുക്ക് നേരെ കേവിക്ക് പോവാം. ഇത്രയൊക്കെ വുഡ് നമുക്ക് ധാരാളമാണ്. എന്ത് കഷ്ടമാണിത്. കേവിന് അത്ര ദൂരത്താണ് ഗൈസ്. എൻ്റെ വീട്ടിൽ നിന്നുണ്ടല്ലോ ഈ കേവിക്ക് കുറച്ച് ദൂരമുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നടക്കാനൊക്കെ പറ്റും. കേവിക്ക് ഇറങ്ങിയതുള്ളൂ, ഒരു ക്രീപ്പറിൻ്റെ മുമ്പിൽ നിന്ന് പൊട്ടി. അപ്പം തന്നെ കറക്റ്റ് ടൈമിലായിരുന്നു ഞാൻ ഷീൽഡ് ഉണ്ടാക്കിയത്. ഭാഗ്യമുണ്ട്. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ചങ്ങായി കമൻറ്റ് ചെയ്തിരുന്നു എന്തൊക്കെയോ ചീറ്റിങ്